വയനാട് ഉരുൾപൊട്ടലിൽ അമ്മമാരെ നഷ്ടപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ സന്നദ്ധത അറിയിച്ചിട്ട പോസ്റ്റിന് കീഴിൽ മോശം കമന്റിട്ടയാളെ നാട്ടുകാർ വളഞ്ഞിട്ട് മർദ്ദിച്ചു. കണ്ണൂരിൽ ജോലി ചെയ്യുന്ന എടത്തൊട്ടി സ്വദേശി കെ.ടി. ജോർജിനെയാണ് പേരാവൂരിലെ എടത്തൊട്ടിയിലെ പ്രദേശവാസികൾ വളഞ്ഞിട്ട് തല്ലിയത്. ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ, എൻ്റെ ഭാര്യ റെഡിയാണ് എന്ന പൊതുപ്രവർത്തകന്റെ വാട്സാപ്പ് മെസ്സേജ് വിവിധ ദൃശ്യമാധ്യമങ്ങൾ ഓൺലൈനിലൂടെ പങ്കുവച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാർഡിന് കീഴിലാണ് ജോർജ് മോശം കമന്റിട്ടത്. ജോലി കഴിഞ്ഞ് എടത്തൊട്ടിയിലെത്തിയ ഇയാളെ ഒരു സംഘം ആളുകൾ തല്ലുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഷിബു നന്ദു, സുരേന്ദ്രൻ ഒ.വി, വിജയ് മയിൽപീലി, സുകേഷ് പി മോഹൻ, ബാബുരാജ് വാണിയമ്പലം തുടങ്ങി നിരവധി അക്കൗണ്ടുകളിൽ നിന്നും പോസ്റ്റിനു താഴെ മോശം കമന്റിട്ടിരുന്നു. ഇവരുടെ അഭിപ്രായങ്ങൾക്ക് താഴെയും ഇവരുടെ അക്കൗണ്ടുകളിലുള്ള പോസ്റ്റുകളിലും രൂക്ഷമായ പ്രതികരണങ്ങളാണ് ആളുകൾ രേഖപ്പെടുത്തുന്നത്. മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ തയ്യാറാണെന്ന പോസ്റ്റിൽ ആ അമ്മയുടെ മനസ്സിനെ അഭിനന്ദിച്ചും മാതൃത്വം ഉയർത്തിക്കാട്ടിയും ഒട്ടേറെ പേർ സമൂഹമാധ്യമങ്ങൾ വഴി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇവരുടെ പോസ്റ്റിന് താഴെ അശ്ലീല കമന്റുകൾ ഇടാനും ഒരു വിഭാഗം ഉണ്ടായിരുന്നുവെന്നതാണ് മലയാളികൾക്ക് തന്നെ അപമാനമായത്. ഇത്തരത്തിൽ കമന്റിട്ടവരുടെ പ്രൊഫൈൽ ഉൾപ്പെടെ പങ്കുവെച്ച് പലരും മറുപടി നൽകുന്നുണ്ട്. ട്രോൾ പേജുകളിലും മറ്റു പേജുകളിലും മോശം കമന്റിടുന്നവരെ ചൂണ്ടിക്കാട്ടി പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നേരിടുന്ന ഇത്തരം കമന്റുകൾ നിരവധി പേരെ മനോവിഷമത്തിലാക്കി. ഇത്തരം മോശം കമന്റുകൾക്ക് അതേ ഇടത്ത് തന്നെ മറുപടി നൽകുകയാണ് മലയാളികൾ. ഇങ്ങനെയും ചില മലയാളികൾ ഉണ്ടെന്ന് പലരും സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.